ഇപ്പൊ കമലഹാസന്റെ കൂടെ അഭിനയിച്ച ഭാഗ്യലക്ഷ്മി ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ പലർക്കും ഒരു ഇത് തോന്നും. കമലഹാസന്റെ കൂടെ അഭിനയിച്ച ഒരാള് അത് ഭയങ്കര രസമുള്ളതല്ലേ. ഇപ്പൊ നിന്റെ മുഖം ഇഞ്ചി നിന്ന് കുറങ്ങനെ പോലുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, അതില് പാട്ട് തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ ആശാന്റെ പാട്ട് പാടിയാണ് കമലഹാസൻ സാറ് വീട്ടിൽ വന്ന്. ഞാൻ കമലഹാസനെ തന്നെ ഒരു ദിവസം അത് കാണിച്ചു കൊടുത്തു. ഞാൻ കൂടെ അഭിനയിച്ചു. പുള്ളി ഭയങ്കര എന്നൊക്കെ പറഞ്ഞു ചിരിച്ചു. അത് ആക്ച്വലി ആ സിനിമയൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ആ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ അതിലൊരു ബലാത്സംഗ സീൻ ഉണ്ട് ആക്ച്വലി. ഈ കുട്ടി ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകുന്നു. അവിടെ വെച്ചാണ് പിന്നെ ഇയാള് ബ്രദർ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോഴാണ് ഇവള് ബലാത്സംഗം ചെയ്തു എന്ന് മനസ്സിലാക്കി. അവിടെ ഒരു ബലാത്സംഗ സീൻ ഉണ്ടായിരുന്നു. പ്രതാപേന്ദ്രനായിരുന്നു ആ ബലാത്സംഗം. പ്രതാപേന്ദ്രനാണ്. അപ്പം ഇവര് അന്ന് ബാലകെ നായർ, പ്രതാപേന്ദ്രൻ ഇവരൊക്കെ ഈ സീന് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന മാതിരി അങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്രമിക്കും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ആക്രമിച്ച് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ കീറി അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലൊക്കെ മതി. അപ്പം അത് പക്ഷെ ആ സമയത്ത് കമലഹാസൻ അവിടെ ഉണ്ടായിരുന്നു. കമലഹാസൻ പെട്ടെന്ന് ഓടി വന്നു. പക്ഷെ അതൊന്നും ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കമലഹാസനോട് ഞാനത് ഓർമ്മിപ്പിക്കാനും പോയിട്ടില്ല. അപ്പോൾ ഡയറക്ടർ രാജശേഖരനായിരുന്നു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഈ സീനും കംപ്ലീറ്റ് അങ്ങ് കട്ട് ചെയ്തിടണം, വേണ്ട ആ ഫുൾ സീൻ എടുത്തു മാറ്റി.